ഇനി നമുക്ക് രണ്ട് മുട്ടകളുടെ സംഭാഷണം കേൾക്കാം. ഒരു ബോയിൽഡ് എഗ്ഗും ഒരു ഹാച്ച്ഡ് എഗ്ഗും. ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടതാണ്. നിന്നെ ആരെങ്കിലും കൊന്നു തിന്നുമോ എന്ന പേടി ഉണ്ടായിരുന്നോ? അപ്പൊ ബോയിൽഡ് എഗ്ഗ് ചോദിക്കാണ് ഹാച്ച്ഡ് എഗ്ഗിനോട്, നിന്നെ ആരെങ്കിലും കൊന്നു തിന്നുമോ എന്ന പേടി ഉണ്ടായിരുന്നോ? क्या तुम्हें डर था कि कोई तुम्हें मारकर खा जाएगा? क्या तुम्हें डर था? നിനക്ക് പേടി ഉണ്ടായിരുന്നോ? കോയി തുമേ മാർക്കർ ഖാ ജായേഗ, നിന്നെ കൊന്നു തിന്നുമെന്ന പേടി നിനക്കുണ്ടായിരുന്നോ? സാധാരണഗതിയിലുള്ളതാണല്ലോ. മറ്റു വലിയ കോഴികളൊക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പം അവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ കാത്തുകെട്ട് കിടക്കുന്ന കോഴികൾക്ക് പൊതുവെ ഒരു പേടി ഉണ്ടാവും. ഇനി അടുത്തതെൻ്റെ ടേൺ ആയിരിക്കും, അടുത്ത് തന്നെയായിരിക്കും പിടിക്കുക. അപ്പൊ ആ പേടി നിനക്കുണ്ടായിരുന്നു. കാരണം ബോയിൽഡ് എഗ്ഗിന് ഇതൊന്നും സഹിച്ചിട്ട് ശീലമല്ലല്ലോ. അവൻ ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തിളപ്പിച്ച് തിന്നു കഴിഞ്ഞു. അപ്പൊ അവന്റെ ഒരു എന്തായാലും ഒരു സംശയം ഉണ്ടാവില്ലേ, മറ്റവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, വിരിയാൻ പോകുന്ന മുട്ട എങ്ങനെയൊക്കെ, എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, എന്തൊക്കെ പേടി അനുഭവപ്പെട്ടിട്ടുണ്ടാവും, എങ്ങനെയുള്ള ജീവിതമായിരിക്കും അവർ നയിച്ചിട്ടുണ്ടാവുക, അതൊക്കെയാണ് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതെ, എല്ലായ്പ്പോഴും. അപ്പൊ ഹാച്ച്ഡ് എഗ്ഗ് പറയാണ്, അതെ എല്ലായ്പ്പോഴും, എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു. ഹമേശ. ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. പക്ഷേ എൻ്റെ ശൈശവം വളരെ ചെറുതായിരുന്നു. ലേക്കിൻ മേര ബച്പൻ ബഹുത് ചോട്ടാ താ. ബച്പൻ എന്ന് പറഞ്ഞാൽ ശൈശവം, കുട്ടിക്കാലം. ബഹുത് ചോട്ടാ താ, വളരെ ചെറുതായിരുന്നു. ലേക്കിൻ പക്ഷേ, മേര എൻ്റെ, ലേക്കിൻ മേര ബച്പൻ ബഹുത് ചോട്ടാ താ, എൻ്റെ ശൈശവം വളരെ ചെറുതായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് വളരില്ല. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ചിറക് ഒക്കെ വിരിച്ച് ഒന്ന് നടക്കാനൊക്കെ തുടങ്ങും, പിന്നെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ചിറക് വിടർന്നു. മേരെ പങ്ക് ഫയൽ ഗേ. വിടരുന്നതിനാണ് പറയാ ഫയൽ ഗേ. ഫയൽന എന്ന് പറഞ്ഞാൽ വിടരുക. ചിറക് വിടർന്നു. മേരെ പങ്ക് ഫയൽ ഗേ, എൻ്റെ ചിറക് വിടർന്നു. സ്വതന്ത്രനായി പറക്കാൻ പറ്റി. സ്വതന്ത്ര രൂപസെ ഉഡ് സക. സ്വതന്ത്ര രൂപസെ, സ്വതന്ത്രനായി മീൻസ് ആരും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. തോന്നുമ്പം തോന്നുന്നിടത്തേക്ക് പറക്കാം. അത്ര ഉയരത്തിലൊന്നും പറന്നിട്ടില്ലെങ്കിലും അത്ര ദൂരത്തേക്ക് പറന്നിട്ട് കോഴികൾക്ക് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് പറക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ്. എന്നാലും സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം ചിറക് ഉപയോഗിച്ച് പറക്കാൻ. അമ്മ എന്നെ തീരെ ശ്രദ്ധിച്ചില്ല. മാ മുജെ ബിൽക്കുൽ ധ്യാൻ नहीं दिया. കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-2 ദിവസമൊക്കെ തള്ളക്കോഴി ഇങ്ങനെ കൂടെ നടക്കുള്ളൂ. പിന്നെ ഇച്ചിരി വലുതായി തോന്നുമ്പോഴത്തേക്ക് അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കും. മാ മുജെ, മാ എന്ന് പറഞ്ഞാൽ അമ്മ, മുജെ എന്നെ, ബിൽക്കുൽ ധ്യാൻ नहीं दिया, ഒട്ടും എന്നെ ശ്രദ്ധിച്ചില്ല. ബിൽക്കുൽ ധ്യാൻ नहीं दिया എന്ന് പറഞ്ഞാൽ ഒട്ടും, അല്ലെങ്കിൽ തീരെ ശ്രദ്ധിച്ചില്ല. അമ്മയുടെ ചിറകിനുള്ളിൽ കുറച്ചു കാലം കൂടെ കഴിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഉണ്ടോ? കുച്ച് സമയ ഓർ അപ്പനെ മാങ്കെ പങ്കെ നീച്ചെ രേന ചാത്താ ഥാ. കുച്ച് സമയ ഓർ, കുറച്ചു കാലം കൂടെ. സമയം എന്ന് പറയുന്നത് ഇവിടെ കാലത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് കേട്ടോ. ഓർ എന്ന് പറഞ്ഞാൽ കൂടി. അപ്പനെ മാങ്കെ പങ്കെ നീച്ചെ, സ്വന്തം അമ്മയുടെ ചിറകിന്റെ താഴെ, ചിറകിനുള്ളിൽ. രേന ചാത്താ ഥാ, താമസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. കുറച്ചു കാലം കൂടി അമ്മയുടെ ചിറകിനുള്ളിൽ താമസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. കുച്ച് സമയ ഓർ അപ്പനെ മാങ്കെ പങ്കെ നീച്ചെ രഹന ചാത്താ ഥാ. നമ്മള് മനുഷ്യര് തന്നെയല്ല ആഗ്രഹിക്കുന്നത് എപ്പോഴും അമ്മയുടെ ചിറകിനുള്ളിൽ കഴിയാൻ. ഞാൻ പെട്ടെന്ന് വലുതായി. മേ അചാനക് ബഡാ ഹോ ഗയാ. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ബഡാ ഹോ ഗയാ വലുതായി. ഞാൻ മേ അചാനക് ബഡാ ഹോ ഗയാ, ഞാൻ പെട്ടെന്നങ്ങ് വലുതായി. അത് നമുക്കൊന്നും ഇഷ്ടമല്ലല്ലേ. നമ്മളും കുഞ്ഞുങ്ങളായ സമയമൊക്കെ എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങ് വലുതായ പോലെ തോന്നും. അപ്പൊ കോഴിക്കുഞ്ഞിനും അങ്ങനെ തോന്നുകയാണ്. ഞാൻ പെട്ടെന്ന് വലുതായി. കുറച്ചു കാലം കൂടിയൊക്കെ അമ്മേന്റെ ചിറകിന്റെ ഉള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതൊക്കെയാണ് കോഴിമുട്ടയും ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് മാത്രമല്ല അവർക്കുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ. മേ അചാനക് ബഡാ ഹോ ഗയ, ഞാൻ പെട്ടെന്ന് അങ്ങ് വലുതായി. ഇത് ഈ കുറച്ച് ഹിന്ദി അറിയാവുന്നവർക്ക് ഇതൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ബിഗിനേഴ്സിന് വലിയ പ്രോബ്ലം തന്നെയായിരിക്കും കേട്ടോ. അപ്പം ബിഗിനേഴ്സ് മറ്റൊക്കെ പഠിച്ചിട്ട് ഇതിലേക്ക് തിരിച്ചു വരിക. എന്നെ കൊന്നു തിന്നുമെന്ന് എന്ന പേടി കൂടി വന്നു. മുജെ മാർക്കർ ഖായേ ജാനെ കാ ഡർ ബഡ് ഗയ. മുജെ എന്നെ, മാർക്കർ കൊന്നിട്ട്, ഖായേ ജാനെ കാ തിന്നു കളയാനുള്ള, ഡർ തിന്നു കളയുമെന്നുള്ള ഡർ, ഡർ എന്ന് പറഞ്ഞാൽ പേടി, ബഡ് ഗയ വർദ്ധിച്ചു വന്നു. ഡർ പേടിയാണ്, പേടി വർദ്ധിച്ചു വന്നു. എന്നെ കൊന്നു തിന്നുമെന്ന പേടി വർദ്ധിച്ചു വന്നു. സുനാ ഹെ മേരെ മാംസ് കാ സ്വാദ് ബഹുത്
बहुत ही अच्छा है എന്റെ മാംസം നല്ല രുചിയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. സുനാ ഹെ കേട്ടിട്ടുണ്ട്. മേരെ മാംസ് മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചി, എന്റെ ഇറച്ചിക്ക് നല്ല രുചിയാണെന്ന്. സ്വാദ് ബഹുത് ഹി അച്ഛാ ഹെ സ്വാദ് എന്ന് പറഞ്ഞ ടേസ്റ്റ് ബഹുത് ഹി അച്ഛാ ഹെ വളരെ നല്ലതാണെന്ന്. എല്ലാ എല്ലാ പാർട്ടിയിലും മുഖ്യ ഭക്ഷണം ഞാനാണ്. ഹർ പാർട്ടി മേ മുഖ്യ ഭോജൻ മേ ഹൂം ഹർ പാർട്ടി മേ എല്ലാ പാർട്ടിയിലും മുഖ്യ ഭോജൻ മുഖ്യ ഭക്ഷണം പ്രധാന ഭക്ഷണം മേ ഹൂം. അത് നമുക്കറിയാലോ, ഏത് പാർട്ടിക്ക് പോയാലും ചിക്കൻ ഇല്ലെങ്കിൽ ആ പാർട്ടി കംപ്ലീറ്റ് ആയെന്ന് തോന്നില്ല. ചിക്കന് പകരം എത്ര നല്ല വെജിറ്റേറിയൻ ഡിഷ് ഒരുക്കിയാലും പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു കുറവ് പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞിട്ട് തിരിച്ചു പോരും. അതിനുവേണ്ടി ഒരു ചിക്കൻ ഉണ്ട്, ബാക്കി എല്ലാം ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല, എല്ലാവരും മാനേജ് ചെയ്തോളും. ചിക്കൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെയൊക്കെ ഭക്ഷണത്തില്. ഹർ പാർട്ടിമേ മുഖ്യ ഭോജൻ മേ ഹൂ എല്ലാ പാർട്ടിയിലും മുഖ്യമായ ആഹാരം പ്രധാനപ്പെട്ട ആഹാരം ഞാനാണ്. എല്ലാ പാർട്ടിയിലും എല്ലാം പാർട്ടിയിലിട്ട് എല്ലാ പാർട്ടി എഴുതിയ തെറ്റിയതാണ് എല്ലാം എഴുതി എല്ലാ. ഹർ പാർട്ടിമേ മുഖ്യ ഭോജൻ മേ ഹൂ. എന്റെയും കഥ വ്യത്യസ്തമല്ല. മേരി കഹാനി ബി അലഗ് നെഹി. അപ്പം ബോയിൽഡ് എഗ് പറയാണ്. ബി എന്ന് എഴുതിയ ബോയിൽഡ് എഗിനാണ്, എച്ച് എഴുതിയ ഹാച്ച്ഡ് എഗ്. മേരി കഹാനി ബി അലഗ് നെഹി. എന്റെ കഥയും വേറെയൊന്നല്ല, വ്യത്യസ്തമൊന്നല്ല. എനിക്കും ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. മേരി കഹാനി ബി അലഗ് നെഹി. എന്റെ കഥയും സെപ്പറേറ്റ് ഒന്നല്ല, അലകൊന്നല്ല, സെപ്പറേറ്റ് വ്യത്യസ്തല്ല. ഞാൻ പോഷക സമ്പന്നനാണ്. മേ പൗഷ്ടിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, സൺഡേ ഹോയാ മൺഡേ റോജ് കാവോ അണ്ടേ എന്ന് പറയുന്നത് എന്താ? സൺഡേ ആയാലും മൺഡേ ആയാലും എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കണം. മുട്ടയ്ക്ക് എത്രയ്ക്ക് പോഷക ഗുണമുണ്ട്. മേ പൗഷ്ടിക്കും, ഞാൻ പോഷക സമ്പന്നനാണ്. അപ്പൊ കോഴിയിറച്ചിക്ക് മാത്രമല്ല രുചിയും പൗഷ്ടികതയുള്ള മുട്ടയ്ക്കും ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾ ആർത്തിയോടെ എന്നെ ഭക്ഷിക്കാറുണ്ട്. ബച്ചേ മുജെ ബഡേ ചാവ് സേ കാത്ത ഹെ. ചാവ് സേ എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ, നമ്മൾ മീൻസ് ഒരു മടിയും കൂടാതെ കഴിക്കുന്നതിനാ പറയാ ചാവ് സേ കാത്ത ഹെ, ഷോക്ക് സേ കാത്ത ഹെ എന്നൊക്കെ പറയില്ലേ. പലതരം പലഹാരങ്ങളിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. മേര ഉപയോഗം വിഭിന്ന മിഠായിയോ മേ ബി കിയാ ജാത്താ ഹെ. കേക്ക് സ്പെഷ്യലി നിങ്ങൾക്കറിയാം, കേക്കിലൊക്കെ മുട്ട ഇല്ലാതെ കേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. മേര ഉപയോഗം എന്റെ ഉപയോഗം വിഭിന്ന മിഠായിയോ മേ ബി കർത്താ ഹെ. എന്റെ ഓംലെറ്റ് പ്രഭാത ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മേര ഓംലെറ്റ് നാസ്തേ കാ മുഖ്യ വ്യഞ്ജൻ ഹെ. ഓംലെറ്റ് അറിയാം, നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുണ്ടാക്കുന്ന ഓംലെറ്റ് പ്രഭാത ഭക്ഷണം നാസ്ത പ്രധാനപ്പെട്ട ഒന്നാണ്. മുഖ്യ വ്യഞ്ജന് പ്രധാനപ്പെട്ട ഒരു വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ വിഭവം, മുഖ്യ വിഭവം ആണ്, മുഖ്യ വ്യഞ്ജൻ ഹെ. മേര ഓംലെറ്റ് നാസ്തേ കാ മുഖ്യ വ്യഞ്ജൻ ഹെ. കുട്ടികൾക്ക് ഇത് സമ്പൂർണ്ണ പ്രോട്ടീൻ പ്രദാനം ചെയ്യും. യെ ബച്ചോं के लिए സമ്പൂർണ്ണ പ്രോട്ടീൻ देता है. യെ എന്ന് പറഞ്ഞാൽ ഓംലെറ്റ് അല്ലെങ്കിൽ മുട്ട. ബച്ചോं के लिए സമ്പൂർണ്ണ പ്രോട്ടീൻ देता है. കുട്ടികൾക്ക് സമ്പൂർണ്ണാഹാരമാണ്, പ്രോട്ടീന്റെ സമ്പൂർണ്ണ സോഴ്സ്. ആർക്കെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അവരൊരു സ്വന്തമായിട്ടൊന്ന് കൺസോൾ ചെയ്യാണ് സ്വന്തം. ഈസ് കിസി ഹം കിസിക്ക് കാം തോ ആത്തേ ഹേ നാ. നമ്മൾ മറ്റേ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുന്നുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലെ കഷ്ടമാണെങ്കിലും രണ്ട് മുട്ടകളോട് പറയാം, നമ്മളുടെ ജീവിതം ഇത്ര കഷ്ടത്തിലാണെങ്കിലും സാരമില്ല, നമ്മൾ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. നിന്റെ ചിക്കൻ കഴിക്കാൻ പറ്റും, എന്റെ മുട്ട കഴിക്കാൻ പറ്റും, മുട്ട ഒരു പോഷണാഹാരമാണ്, ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആണ്, അത് ഒരു ഹെൽത്തി പ്രോട്ടീൻ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ തന്നെ കൺസോൾ ചെയ്യാണ്, അവരെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് അവര്. ഹം കിസിക്കെ കാം തോ ആത്തേ ഹേ നാ. നമ്മൾ മറ്റുള്ളവർക്കൊരു എങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, ഇവൻ നമ്മളും പറയില്ലേ അങ്ങനെ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. തോയാം ശാന്തി സേ രഹേ. അപ്പൊ ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ വ്യവലാതി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ആം ശാന്തി സേ രഹേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.